ഹലോ എവരിവൺ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉൽപ്പത്തി അധ്യായം ഒന്നും ആധുനിക ശാസ്ത്രവും ഒരുമിച്ച് ശരിയാകുമോ? നമ്മൾ ഇത്രയും നാളും പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും ദൈവം ആകാശവും ഭൂമിയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. പക്ഷേ ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചം ഏകദേശം 14 ബില്യൺ വർഷം പഴക്കമുള്ളതാണ്. ഇവ രണ്ടും യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാം ബൈബിൾ തെറ്റായി വായിച്ചത് കൊണ്ടാണോ? ഈ വീഡിയോയിൽ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശാസ്ത്രവും ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായം 1 ഒളിഞ്ഞുകിടക്കുന്ന ആ യാഥാർത്ഥ യോജിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രപഞ്ച സൃഷ്ടിയും ശാസ്ത്രവും വിരുദ്ധമല്ല. അവ ഒരേ സത്യത്തിന്റെ രണ്ട് ഭാഷകളാണ്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റർ, അതായത് ദൈവം എവിടെയായിരിക്കണമെന്നാണ്. അതായത് നമ്മളൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് ആണ് ക്രിയേഷൻ നടക്കേണ്ടത്. അപ്പോൾ ദൈവം ഔട്ട്സൈഡ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ആയിരിക്കണം എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ഉദാഹരണം ആ, പറയാം. ഒരു വീട് പണിയുന്നത് പോലെ സങ്കല്പിക്കുക. അപ്പോൾ പണിക്കാരൻ ആദ്യം പുറത്തുനിന്ന് അടിത്തറയും ചുറ്റുമതിലും നിർമ്മിക്കുന്നു. പിന്നെ അകത്ത് കടന്ന് അകത്തെ ഭാഗം പൂർത്തിയാക്കുന്നു. അതായത് അകത്ത് കടന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു, ഇന്റീരിയർ ഫർണിഷിംഗ് എല്ലാം തീർക്കുന്നു. അതുപോലെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയും. ദൈവം എലോഹിം സമയത്തിനും സ്ഥലത്തിനും പുറത്തായിരുന്നു. പുറത്തുനിന്ന് ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം അതിനകത്ത് കിടന്ന് അതിനെ ക്രമപ്പെടുത്തുകയും അതിനെ ഫില്ല് ചെയ്യുകയും അതിനെ ഷേപ്പാക്കുകയും ജീവൻ നിറയ്ക്കുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഉൽപ്പത്തി എഴുതിയ ഗ്രന്ഥകർത്താവിൻ്റെ ഒരു ക്രമം, അതായത് ആ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാൻ ഞാൻ രണ്ടാം ദിവസത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഉൽപ്പത്തി 1:6 നിങ്ങൾ വായിക്കുക. ഞാൻ എല്ലാം വായിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദിവസം തുടങ്ങുന്ന വാക്യവും ആ ദിവസം അവസാനിക്കുന്ന വാക്യവും മാത്രമാണ്. ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ആൻഡ് ഗോഡ് സെറ്റ്, ജെനിസിസ് 1:6. മലയാളത്തിൽ ദൈവം വീണ്ടും അരുളി ചെയ്തു. ഇനി ആ ദിവസം തീരുന്നത് ജെനിസിസ് 1:8 രണ്ടാമത്തെ ദിവസം തീരുന്നത്. ആൻഡ് ദ ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വെർ ദ സെക്കൻഡ് ഡേ. സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം. അപ്പോൾ ഇതാണ് ഓരോ ദിവസത്തിനും ഒരു മാതൃകയാണ്. ദൈവം പറഞ്ഞു, പിന്നെ അതിന് സൃഷ്ടി നടത്തുന്നു, ക്രമീകരിക്കുന്നു, ഫില്ല് ചെയ്യുന്നു, ലൈഫ് കൊടുക്കുന്നു. അതിനുശേഷം സന്ധ്യയും പ്രഭാതവും ഉണ്ടായി എന്ന് സന്ധ്യയായി പ്രഭാതമായി. അങ്ങനെയാണ് ഓരോ ദിവസവും തീരുന്നത്. ഇത് രണ്ടാമത്, മൂന്നാമത്, 4, 5, 6 ദിവസങ്ങളിൽ ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാം ദിവസവും ഇത് തന്നെയാ, ഈ സ്ട്രക്ചർ തന്നെ ആകണം. അപ്പോൾ ഒന്നാം ദിവസം തുടങ്ങുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് മനസ്സിലാക്കാൻ ജെനിസിസ് 1:3 നിങ്ങൾ വായിക്കുക. അതായത് 1:3 തുടക്കവും ജെനിസിസ് 1:5 ആ ദിവസത്തിന് അവസാനമാണ്. അപ്പൊ ജെനിസിസ് 1:3 തുടങ്ങുന്നത് ഇങ്ങനെ: ദൈവം അരുളി ചെയ്തു. ഇംഗ്ലീഷിൽ ആൻഡ് ഗോഡ് സെറ്റ്, വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് ദർ ബി ലൈറ്റ്, ആൻഡ് ദർ വാസ് ലൈറ്റ്. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അതിന് ആ ദിവസം തീരുന്നത് ജെനിസിസ് 1:5 ആണ്. ഒന്നാം ദിവസം തീരുന്നത് ആൻഡ് ദ ഈവനിങ് ആൻഡ് മോർണിംഗ് വെർ ദ ഫസ്റ്റ് ഡേ. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. അപ്പോൾ ഈ സ്ട്രക്ചറാണ് ജെനിസിസ് എഴുതിയ റൈറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദിവസം തുടങ്ങുന്നത് ഗോഡ് സെറ്റ്, അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്തു, ദിവസം തീരുന്നത് സന്ധ്യയായി പ്രഭാതമായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വെരി ക്ലിയർ ആണ്. ജെനിസിസ് 1 ചാപ്റ്റർ 1-2 വാക്യങ്ങൾ ആദ്യ ദിവസത്തിന് മുമ്പ് നടന്നവയാണ്. ഇത് ശാസ്ത്രം പറയുന്ന യൂണിവേഴ്സ് എക്സിസ്റ്റഡ് ലോങ് ബിഫോർ, പെർഫെക്റ്റ്ലി അലൈൻഡ്. ഇത് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് വാക്കുകളും അതിൻ്റെ വ്യാകരണവും മനസ്സിലാക്കണം. ജെനിസിസ് 1:1 ഒന്നുകൂടി വായിക്കുക. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ഇവിടെ ക്രിയേറ്റഡ്, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു.
ഇവിടെ ക്രിയേറ്റഡ് അതായത് സൃഷ്ടിച്ചു എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, അതായത് ഇതെപ്പോൾ നടന്നു എന്ന് വ്യക്തമല്ല. അതായത് ദൈവം എന്ത് ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷെ എന്ന് ചെയ്തു എന്ന് വ്യക്തമല്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എപ്പോഴും ഒരു ടൈം റെഫറൻസ് തരത്തില്ല. ടൈം റെഫറൻസ് വേണമെങ്കിൽ നമ്മൾ വാസ് ക്രിയേറ്റിംഗ് ഓർ ഹാഡ് ക്രിയേറ്റഡ്, അതായത് കണ്ടിന്യൂസ് ടെൻസോ പാർട്ടിസിപ്പിൾ ടെൻസോ ഉപയോഗിക്കണം. അതുകൊണ്ട് ബൈബിൾ പറയുന്ന പ്രപഞ്ചം കോടിക്കണക്കിന് വർഷങ്ങളുള്ള ദൈവത്തിന്റെ ക്രിയേഷൻ ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ശാസ്ത്രവും തിരുവഴുത്തും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂടുന്നു. അത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്, അത് ഒന്നാം ദിവസത്തിന് മുമ്പ് നടന്ന ഒരു വലിയൊരു ഇവന്റ് ആണെന്ന് ഇതിൽ നമുക്ക് വ്യക്തമാക്കാം. ഇനി ജെനിസിസ് ചാപ്റ്റർ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് ഉൽപ്പത്തി 1-2 വാക്യം നോക്കാം. ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു. അതായത് ഷേപ്പ് ഇല്ലാത്തൊരു ഭൂമി, ജീവനില്ലാത്ത, അതിൽ ഒന്നുമില്ലായിരുന്നു. ഇനി 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ടാണ് വെരി പവർഫുൾ. അതായത് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ വാട്ടേഴ്സ്. ഇവിടെയാണ് ദൈവം യൂണിവേഴ്സിലേക്ക് എൻട്രി ചെയ്യുന്ന സമയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡർ വീടിന്റെ ഫൗണ്ടേഷനും ഭിത്തിയും കിട്ടിയതിനു ശേഷം വീട് ക്രമീകരിക്കാനും അലങ്കരിക്കാനും ഫർണിച്ചറും ഇന്റീരിയർ ഡെക്കറേഷൻ നടത്താനും ബിൽഡർ എൻട്രി ചെയ്യുന്നത് പോലെ പ്രപഞ്ചത്തെ വെളിച്ചം തരാനും അതുപോലെ തന്നെ ക്രമീകരിക്കാനും ഫില്ല് ചെയ്യാനും ജീവനും കൊടുക്കാനും യൂണിവേഴ്സിലേക്ക് ദൈവം എൻട്രി ചെയ്യുന്നു. റൂഹ എൻറ്റേഴ്സ് ഇൻ ടു ദ യൂണിവേഴ്സ്, അതായത് സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ. ഇത് കഴിഞ്ഞ ഉടനെ ആൻഡ് ഗോഡ് സെറ്റ് ലെറ്റ് ദെർ ബി ലൈറ്റ്. ഇവിടെയാണ് 1-ാം ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് 1-ാം ദിവസം തുടങ്ങുന്നത്. ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് കഴിഞ്ഞ ഉടനെയാണ് 2-ാമത്തെ ഇവന്റ്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ദൈവം പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചിട്ട് 6 ക്രിയേഷന്റെ ഇവന്റ്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് 6 സൃഷ്ടി ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ബൈബിൾ പറയുന്നു. ശാസ്ത്രവും തിരുവഴുത്തും ഓരോ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി പ്രപഞ്ചം, അതായത് സയൻസ് ആൻഡ് ഏൻഷ്യന്റ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന് ഒരു നിശ്ചിത തുടക്കമുണ്ടായിരുന്നുവെന്ന് ആധുനിക ജ്യോതിശാസ്ത്രം സ്ഥിരീകരിക്കുന്നു. അത് ബിഗ് ബാങ് തിയറിയിലൂടെ മോഡേൺ ആസ്ട്രോളജിസ്റ്റ് എല്ലാം പറയുന്നത് ഒരു നിശ്ചിത തുടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാലം, സ്ഥലം, ദ്രവ്യം എന്നിവയെല്ലാം ഒരേ സമയം നിലവിൽ വന്നു എന്നും പറയുന്നു. ഉൽപ്പത്തിയും ഇതുപോലെ തന്നെ പറയുന്നു, ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നക്ഷത്രങ്ങൾ രൂപപ്പെട്ടു, ഗാലക്സികൾ രൂപപ്പെട്ടു, ഗ്രഹങ്ങൾ തണുത്തു. ഉൽപ്പത്തി വിവരിക്കുന്നത് പോലെ ഒരിക്കൽ വെള്ളത്തിലും ഇരുട്ടിലും മൂടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഭൂമി ഉൾപ്പെടെ ഉൽപ്പത്തി 1-2 ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുമായി അത് തികച്ചും യോജിക്കുന്നു. വളരെ കാലം മുമ്പ് ആരംഭിച്ചതും പിന്നീട് ഒരു ഡിവൈൻ ഡിസൈനർ രൂപപ്പെടുത്തിയതും, അതായത് ഗോഡ് രൂപപ്പെടുത്തിയതും ജീവൻ നിറഞ്ഞതുമായ ഒരു പ്രപഞ്ചം. ഇനി പാറ്റേൺസ് ഓഫ് ഡേ, ഇത് കഴിഞ്ഞിട്ട് 1-ാം ദിവസം 1 to 6 ദിവസത്തിൽ നടന്ന കാര്യങ്ങൾ ഞാനൊരു സമ്മറി ആയിട്ട് പറയുന്നത്. ആ ദിവസത്തിന്റെ ഒരു പാറ്റേൺ, ഡിവൈൻ ഓർഡർ എന്താണെന്നുള്ളതാണ്. അതായത് ദൈവം യൂണിവേഴ്സിലേക്ക് എൻട്രി ചെയ്തിട്ട് പിന്നെ ഓർഗനൈസ് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു, അതിന് ഫാഷൻ ചെയ്യുന്നു. ഇതെല്ലാം എങ്ങനെയാണ് സൃഷ്ടിയുടെ ഓരോ ദിവസവും പുതിയൊരു തലത്തിലുള്ള ക്രമവും ലക്ഷ്യവും കാണിക്കുന്നു. ആദ്യ 3 ദിവസങ്ങൾ പരിസ്ഥിതികളെ, അതായത് ആദ്യത്തെ 3 ദിവസം വെളിച്ചം, ആകാശം, കര, കടൽ എന്നിവ ഒരുക്കുന്നു, പ്രിപ്പറേഷനാണ്. അടുത്ത 3 ദിവസങ്ങൾ അവയെ ഫില്ല് ചെയ്യുന്നു, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മത്സ്യം, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയെ നിറയ്ക്കുന്നു. ഇത് കാവ്യാത്മകവും ശക്തമായ ഒരു മാതൃകയാണ്. ദൈവം സൃഷ്ടാവും ഓർഗനൈസറുമാണെന്ന് കാണിക്കുന്നു. ഉൽപ്പത്തി ഒരു ലാബോറട്ടറി റിപ്പോർട്ടല്ല, ഇത് ദൈവിക ക്രമത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. പുരാതന ഹീബ്രൂസ് ഇത് മനസ്സിലാക്കിയത് ഒരു സ്റ്റോപ്പ് വാച്ച് ടൈം ലൈനായിട്ടല്ല, മറിച്ച് സൃഷ്ടിയെ
കുഴപ്പത്തിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പ്രവൃത്തിയായിട്ടാണ്. ഇനി ഹീബ്രു വേർഡ് ദിവസം, ഒരു ദിവസം എന്നുള്ളതിനെ ഹീബ്രു വേർഡ് യോം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ യോം ഹെബ്രായ പദത്തിന്റെ അക്ഷരാർത്ഥത്തിൽ, അതായത് ലിറ്ററലി സ്പീക്കിംഗ്, അതിനെ ദിവസം എന്ന് പറയാം എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ യോം എന്നതിന് ദീർഘമായ കാലയളവുകളോ അർത്ഥമാക്കാറുണ്ട്, ലോങ് പീരീഡ് ഓഫ് ടൈം. എസ്പെഷ്യലി അത് കോണ്ടെസ്റ്റ്, അതിന്റെ സന്ദർഭം കാവാലകമോ ദൈവശാസ്ത്രപരമോ പ്രതികാരമോ ആയിരിക്കുമ്പോൾ അത് ലോങ് പീരീഡ്സ് ഓഫ് ടൈം എന്ന് പറയാറുണ്ട്. ഉൽപ്പത്തി 1 6 ദിവസങ്ങൾ, 6 തുടർച്ചയായ സൃഷ്ടിപരമായ യുഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 6, അതായത് സീക്വൻഷ്യൽ ക്രിയേറ്റ് എപ്പോക്കാണ്. 6 ലോങ് പീരീഡ്സ് ഓഫ് ടൈമാണ്. 24 അവർ പീരീഡ് അല്ല. 24 അവർ പീരീഡ് ആകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ആ റൊട്ടേഷൻസ് അതെല്ലാം ഫോർത്ത് ഡേ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ഫോർത്ത് ഡേയിലാണ്. അപ്പൊ ഇത് ഒരു 24 അവർ പീരീഡ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമാണ് ആയിട്ടാണ് ഗ്രന്ഥകാരൻ ഗ്രന്ഥകാരൻ അതുപോലെ തന്നെ മറ്റു ഹീബ്രു സ്കോളേഴ്സും കാണുന്നത്. ഇതിന് ഈവനിങ് അതായത് സന്ധ്യ എന്ന് പറയുന്നത് ഈ ക്രിയേറ്റീവ് കമാൻഡ്സ്, ഓരോ ദൈവത്തിന്റെ ഒരു ക്രിയേറ്റീവ് കമാൻഡ്സ്, ഒരു ക്രിയേറ്റീവ് ഇവന്റ്സ് ഒരു ഡേയിൽ നടക്കുന്നത്. സന്ധ്യ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ എൻഡിങ് ഫേസ് ആണ്. അതായത് സന്ധ്യ ഉദ്ദേശിക്കുന്നത് ചാവോസ് ആൻഡ് ഡിസോർഡർ, ആ ഡാർക്ക്നെസ്, എൻഡിങ് ഫേസ്. മോർണിംഗ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂ ക്രിയേറ്റീവ് ഓർഡർ, ക്ലാരിറ്റി, കംപ്ലീഷൻ ഓഫ് ദാറ്റ് ഫേസിനെയാണ് മോർണിംഗ് എന്ന്. പ്രഭാതം എന്നത് ഒരു പുതിയ സൃഷ്ടിപരമായ ക്രമത്തിന്റെ ഉദയത്തെയോ വ്യക്തതയോ ആണ്, ആ ഘട്ടത്തിന്റെ പൂർത്തീകരണത്തെയോ പ്രതികരിക്കുന്നു. അതിനാൽ ദൈവം സൃഷ്ടി ചരിത്രത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് മാറുമ്പോൾ ഓരോ ദിവസവും അവസാനിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സന്ധ്യയും പ്രഭാതവും അടച്ചുപൂട്ടലും പുതുക്കലുമാണ്. അക്ഷരാർത്ഥത്തിൽ സൂര്യാസ്തമയും സൂര്യോദയവും അല്ല. ഞാൻ ഇതിന്റെ ഒരു സമ്മറി ഇവിടെ കൊടുത്തിരിക്കുന്നു. അതായത് യോം ക്യാൻ മീൻ ലോങ് പീരീഡ് ഓഫ് ടൈം, ഈവനിങ് ആൻഡ് മോർണിംഗ്, സിംബോളിക് ട്രാൻസ്ലേഷൻ ബിറ്റ്വീൻ സ്റ്റേജ്, ഒരു ഫേസ്, ഓരോ സ്റ്റേജ്, ഒരു ഫേസ് തീരുന്ന ഒരു ഡാർക്ക്നെസ് ടു ലൈറ്റ്. ഇതിനെ തിയോളജിക്കൽ സീക്വൻഷ്യൽ ആയിട്ട് തന്നെ എടുക്കണം, നോൺ നെസസറിലി 24 അവർ പീരീഡ്. യോം എന്ന് പറയുന്ന ഡേ ആണ്. അതിനെ സിംബോളിക്കൽ, ലിറ്ററൽ മീനിങ് ഡേ ആണ്, സിംബോളിക്കൽ മീനിങ് എപ്പോക്ക് അല്ലെങ്കിൽ എറ. ഈവനിങ് എന്ന് പറയുന്ന സൺസെറ്റ്, ഡാർക്ക്നെസ് ആണ് ലിറ്ററൽ മീനിങ്. അതിനെ ഈ ജെനിസിന്റെ അർത്ഥത്തിൽ എൻഡ് ഓഫ് എ ഫേസ് ആണ്. ബോക്കർ, അതായത് അതാണ് ഹീബ്രു നെയിം. മോർണിംഗ്, അത് സൺറൈസ് ലൈറ്റ് ആണ് അതിന്റെ ലിറ്ററൽ മീനിങ്. പക്ഷെ ഇത് നമുക്ക് ബിഗിനിങ് അല്ലെങ്കിൽ ക്ലാരിറ്റി. 7th ഡേ റെസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. 7th കുറിച്ച് ഒരു കാര്യം എനിക്ക് പറയാന്നുള്ളത്, പറയാൻ സാധിക്കുന്നത്, ഈ 7th ഡേയിൽ ഒരിക്കലും ഈവനിങ് ആൻഡ് പ്രഭാതം, ഈവനിങ് ആൻഡ് മോർണിംഗ് എന്ന് പറയുന്നില്ല. അതായത് അവസാനമായ അത്യന്താത്ഭുതകരമായ കാര്യം, ഓരോ ദിവസവും സന്ധ്യയായും പ്രഭാതമായും ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ 7ാമത്തെ ദിവസം അങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ട്? കാരണം ആ ദിവസം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ വിശ്രമം ഇന്നും തുടരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉൽപ്പത്തിയുടെ എഴുത്തുകാരൻ അവിടെ പ്രതിപാദിച്ച് 7ാമത്തെ ദിവസത്തിന് സന്ധ്യയായി പ്രഭാതമായി അല്ലെങ്കിൽ ഈവനിങ് ആൻഡ് മോർണിംഗ് 7th ഡേ എന്ന് പറയാത്തത്. ദൈവത്തിന്റെ വിശ്രമം ഇന്നും തുടരുന്നു. അതായത് സൃഷ്ടി കർമ്മം കഴിഞ്ഞു, ദൈവത്തിന്റെ വിശ്രമം തുടരുന്നു. വിശ്വം ഇപ്പോഴും വികസിക്കുന്നു, ജീവൻ ഇപ്പോഴും വ്യാപിക്കുന്നു, ദൈവം ഇന്നും ഭരണത്തിലാണ്. അതുകൊണ്ടാണ് സാംസ് 95:11 ഇങ്ങനെ പറയുന്നത്, അവർ എൻ്റെ സ്വസ്ഥയിൽ പ്രവേശിക്കില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു. അതായത് ഗോഡ് ഈസ് ഇൻ റെസ്റ്റ്. ഉൽപ്പത്തിയും ശാസ്ത്രവും ശത്രുക്കളല്ല, അവ ഒരു സത്യത്തെ വിവരിക്കുന്ന 2 ഭാഷകളാണ്.